ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ സ്വർഗത്തിൻ്റെ ക്ഷണക്കത്ത് പോലെയായിരുന്നു മദർ തെരേസ. ഈ മദർ തെരേസ വിശുദ്ധിയായി നാമകരണം ചെയ്യപ്പെടുന്നതിൻ്റെ വലിയ സന്തോഷത്തിൽ നമ്മൾ ഈ മദർ തെരേസയുടെ ജീവിതത്തിലൂടെ തീർത്ഥയാത്ര നടത്തുന്നത് തന്നെ ഏറ്റവും സുന്ദരമായ ഒരു അനുഭവമാണ്. അത്തരം ഒരു തീർത്ഥയാത്ര നടത്തുകയാണ് ഞങ്ങൾ. എൻ്റെ കൂടെ കളമശ്ശേരി സെൻറ്റ് ജോസഫ് മൈനർ സെമിനാരിയിലെ വിദ്യാർത്ഥികളും. ഈ യാത്രയിൽ ഹൃദയപൂർവ്വം പങ്കുചേരാൻ ഏവരെയും ക്ഷണിക്കുന്നു. തീർത്ഥയാത്രകളുടെ സുഖകരമായ ഓർമ്മകൾ ധാരാളം മനസ്സിൽ പേറുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് മദർ തെരേസ എന്ന തീർത്ഥാടനത്തിൻ്റെ സുഖം തരുന്ന മഹത് വനിതയുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. പദചലനങ്ങൾ പ്രദക്ഷിണമാകണം, ദേഹം ശ്രീകോവിലാകണം എന്നൊക്കെയുള്ള പഴയ പാട്ട് എവിടെയൊക്കെയോ അലയടിക്കുന്നുണ്ടാകാം. ശരിക്കും പദചലനങ്ങൾ ഓരോന്നും പ്രദക്ഷിണമാക്കി മാറ്റിക്കൊണ്ട് വേണം മദർ തെരേസയുടെ ജീവിതത്തിലൂടെ യാത്ര നടത്താൻ. വർഷങ്ങൾക്ക് മുന്നിലെ ഒരു കാലം കൽക്കത്തയിൽ 54A ലോവർ സർക്കുലർ റോഡ്, നരുത്ത കുറേ കെട്ടിടങ്ങൾക്ക് നടുവിൽ പരിങ്ങി നിൽക്കുന്ന മദർ ഹൗസ്. അതിന് മുന്നിൽ ഇൻ എന്ന് ബോർഡ് തൂക്കിയിട്ടുണ്ട്, ഒരു മണി മുഴക്കിയിട്ടുണ്ട്. മണി മുഴക്കി മദർ തെരേസയെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ. അങ്ങനെ കാത്തിരിപ്പിന് കാരണമുണ്ട്. കാരണം പട്ടം അടുക്കുന്ന സമയമാണ്. അന്ന് അച്ഛനാകാൻ കഴിയുമെന്നറിയാമെങ്കിലും നല്ല അച്ഛനാകുവാൻ കഴിയുമോ എന്നുള്ള ചിന്ത വല്ലാതെ ഒരു സന്ദേഹമായി മാറുകയാണ്. ആയിരിക്കുന്ന അവസ്ഥയും ആയിരിക്കേണ്ട അവസ്ഥയും തമ്മിലുള്ള അന്തരം ഒരു നൊമ്പരമായി മാറുന്ന അത്തരം ഒരു സമയത്ത് കൺഫ്യൂഷൻ തീർക്കണമെന്ന് പാട്ടും പാടി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പിരിച്വൽ ഫാദറിൻ്റെ അടുക്കൽ ചെല്ലുന്നു. മദർ തെരേസയുമായി വലിയ ബന്ധമുള്ള ഇറ്റാലിയൻ അച്ഛൻ പിയോസൻ പറയുന്നു, നിനക്കൊരു റിട്രീറ്റിനുള്ള അവസരം ഒരുക്കുകയാണ്. ഒരു തീർത്ഥാടന വഴി ഒരാൾ തുറന്നു തരികയാണ്. മണിമുഴക്കി കാത്തു നിൽക്കുന്നു. പിന്നെ അത്ഭുത ദർശനം പോലെ പൊക്കമില്ലായ്മ പൊക്കമാക്കി മാറ്റിയ ചെറിയ വലിയ വനിത മദർ തെരേസ മുന്നിൽ വന്നു നിൽക്കുന്നു. മദർ തെരേസ എന്ന ഈ ചെറിയ വലിയ വനിത മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് അകത്ത് ആരോ അൾത്താരമേശ ഒരുക്കുന്നത് പോലെ, കുർബാനയ്ക്ക് തുടക്കമായുള്ള പ്രവേശന ഗീതം ആരോ പാടാതെ പാടുന്ന പോലെ, ഹല്ലേലൂയ ഗീതം എവിടെയോ മുഴങ്ങുന്നത് പോലെ, ആരൊക്കെയോ മെഴുകുതിരികൾ കത്തിക്കുന്നത് പോലെ പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ആൽക്കമിക് ടച്ചിന് ശേഷമുള്ള ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. മദർ തെരേസ മൗനം പോലെ സാന്ദ്രമായ സ്വരത്തിൽ, നേർത്ത സ്വരത്തിൽ സംസാരിക്കുന്നയാളാണ്. പക്ഷെ ഒന്നും മിണ്ടാതെ തന്നെ മദർ തെരേസ നമ്മെ എന്തൊക്കെയോ അത്ഭുത ലോകത്തേക്ക് നയിക്കുകയാണ്. ഹെർ ലൈഫ് ഈസ് ദ മോസ്റ്റ് ഇൻസ്പയറിംഗ് സൈലൻറ്റ് ഹോമിലി എന്ന് ജോൺ പോൾ രണ്ടാമൻ എഴുതിയത് സത്യമായി മാറുന്നത് പോലെ ഒന്നും പറയാതെ ഒരാൾ പ്രചോദനാത്മകമായ നിശബ്ദ വചന പ്രഘോഷണമായി മാറുകയാണ്. നമ്മൾ അത്ഭുതപ്പെടും. ഒരു 5 മിനിറ്റ് ഈ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആൽക്കമി, സ്വർഗത്തിൻ്റെ വിരൽ വന്ന് താഴേക്ക് ഇറങ്ങി വന്ന് തൊടുന്നത് പോലെയും നന്മയെ തൊട്ടുണർത്തുന്നത് പോലെയും ഇതെന്തൊരു ആൽക്കമിക് പ്രതിഭാസമാണ്. ഉത്തരം നമുക്ക് മനസ്സിലാകും. അമ്മയുടെ കരുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കരുത്ത് തന്നെയാണ്. അതുകൊണ്ട് മദർ തെരേസ തുടർച്ചയായിട്ട് പറയും, ഞാനല്ല എന്നിലൂടെ പ്രവർത്തിക്കുന്നത്, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. തുടങ്ങുന്ന ദൈവത്തിൽ നിന്ന്, ഞാൻ ജീവിക്കുന്ന ദൈവത്തിൽ, ഒടുങ്ങുന്ന ദൈവത്തിൽ, ക്രിസ്തു 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 മാത്രം. ഞാൻ ശരിക്കും ക്രിസ്തുവിൻ്റെ കയ്യിലെ പെൻസിൽ പോലെയാണ്. അത് മനസ്സിലാക്കിയെടുക്കാനാണ് ലോകത്തിൻ്റെ സത്യത്തിൽ അല്പം അമ്പരപ്പുണ്ടാകുന്നത്. അച്ഛാ, ഒരു സംശയം. ദൈവത്തിൻ്റെ കയ്യിലെ ചെറു പെൻസിലാണ് താണെന്ന് മദർ തെരേസ പറയാറുണ്ട്. അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണ്? മദർ തെരേസയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദപ്രയോഗങ്ങളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ പെൻസിൽ എന്നുള്ളത്. ഈശോയുടെ പെൻസിലാണ് ഞാൻ. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഈശോ വരച്ചെടുക്കട്ടെ. കാരണം എപ്പോഴും അരങ്ങിൽ നിറഞ്ഞു നിൽക്കാതെ അണിയറയിൽ മറഞ്ഞിരിക്കാനാണ് മദർ തെരേസയ്ക്ക് താല്പര്യം. അരങ്ങിലേക്ക് വരാൻ താല്പര്യമില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ബിഷപ്പ് പെരിയർ, വാനെക്സം എന്നിവർക്കൊക്കെ നിരന്തരമായി നടത്തിയിരുന്ന കത്തിടപാടുകളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ കത്തിടപാടുകളിൽ
പുതിയൊരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാനുള്ള ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മദർ തെരേസ എഴുതി, ഞാൻ ആദ്യം നടത്തിയിരുന്ന കത്തിടപാടുകൾ നിങ്ങളൊരു ഗ്രന്ഥമായിട്ടൊന്നും പ്രസിദ്ധീകരിക്കരുത്, കാരണം അതിൽ മുഴുവൻ പുതിയൊരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുവാൻ ഞാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾ കൂടുതൽ എന്നെക്കുറിച്ച് ചിന്തിക്കുകയും കുറച്ച് മാത്രം ഈശോയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. അതാണ് ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ ദുരന്തം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. വീണ്ടും മദർ തെരേസ ഒരു കത്തിലെഴുതുന്നുണ്ട്, എന്നെ എല്ലാവരും ഫൗണ്ടറസ് എന്ന് വിളിക്കുന്നു. അത് കേൾക്കുമ്പോൾ നെഞ്ചിനൊരു വേദനയാണ്. കാരണം ഞാനല്ല MC സിസ്റ്റേഴ്സിൻ്റെ ഫൗണ്ടറസ്. ഈശോ എന്നെ വിളിച്ചു. ഡാർജിലിങ്ങിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കോൾ വിതിൻ ദ കോൾ, നിങ്ങളത് കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ദൈവം വിളിക്കുള്ളിലെ വിളി പോലെ മദർ തെരേസയെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ മദർ തെരേസ പറയുന്നത്, ഈശോ എന്നെ വിളിച്ചു, എന്നെ ഒരുക്കി, ഇതെല്ലാം ഈശോയുടെ വർക്ക് മാത്രമാണ്. അതിനിടയിൽ എനിക്ക് വലിയ പ്രാധാന്യം കൊടുത്തേക്കരുത്. ഇങ്ങനെ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ ഈശോയുടെ നാമം വാഴ്ത്തപ്പെടുകയും ഈശോയുടെ വഴിയിലൂടെ ആളുകൾ സഞ്ചരിക്കുകയും ചെയ്യും. അല്ല എങ്കിൽ ഞാൻ എൻ്റെ കാലിലൂടെ നടന്ന് എൻ്റെ വഴിയിലൂടെ ചരിച്ച് അവസാനം എന്നിൽ മാത്രം എത്തിച്ചേരുന്നൊരവസ്ഥ വരും. ശൂന്യതയുടെ തിയോളജി എന്നൊക്കെ പറയാം. അത് ഞാനൊന്നുമല്ല, ഒന്നുമില്ലാതായി മാറുന്നതിൻ്റെ വല്ലാത്തൊരു സൗന്ദര്യം ഒപ്പിയെടുത്തുന്ന ഒരു തിയോളജിയാണ് മദർ തെരേസ സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണ ഇതിൽ നമുക്ക് അത്തരം ഒരു തിയോളജി ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എത്ര മറക്കാൻ ശ്രമിച്ചാലും ഞാനെന്ന ചിലമ്പിച്ച സ്വരമാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. മദർ തെരേസയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാനൊന്നുമല്ല. ചിലപ്പോൾ ഞാനൊരു വട്ടപ്പൂജ്യമായിരിക്കാം, ചിലപ്പോൾ ഞാൻ തീർത്തും നിസ്സാരമായ ഒന്നായിരിക്കാം. പക്ഷെ ദൈവം എന്നെ വിളിച്ചു. വീണ്ടും ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ ആർച്ച് ബിഷപ്പ് പെറിയറിന് ഭയങ്കര സംശയമായിരുന്നു. കാരണം ഒരു കന്യാസ്ത്രീ ലൊറേറ്റോ കോൺവെൻറ്റിൽ 17 വർഷം ജിയോഗ്രഫി പഠിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് പറയുന്നു, ദൈവം എന്നെ പ്രത്യേകമായി വിളിച്ചു, അതുകൊണ്ട് ഞാനൊരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാൻ തുടങ്ങുകയാണ്. സ്വാഭാവികമായ സംശയം ഉണ്ടാവും. അപ്പോൾ മദർ തെരേസ എഴുതുന്നത്, മാനുഷികമായ കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ സംശയിക്കുക, ഭയം ഉണ്ടാകണം. ദൈവികമാണെങ്കിൽ അത് നിലനിൽക്കും. അപ്പോൾ ഈശോയോട് ചോദിക്കുക, ഈശോ പറഞ്ഞിട്ടാണോ ഞാൻ ബിഷപ്പിനോട് ആവശ്യപ്പെടുന്നത്? ഈശോ പറഞ്ഞിട്ടാണെങ്കിൽ ഇത് നിലനിൽക്കും. അപ്പോൾ ഈശോ മാത്രമാണ് നിറഞ്ഞു നിൽക്കേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ്. ഈ സൂഫി സാഹിത്യത്തിൽ ഒരാൾ വന്ന് സൂഫി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ദൈവത്തെ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഗുരു പെട്ടെന്ന് പറഞ്ഞു, നീ നിന്നെ കാണാതാകുമ്പോൾ ദൈവത്തെ നീ കണ്ടു തുടങ്ങും. നിന്നെ കാണാതാവുക. മദർ തെരേസ അത് തന്നെയാണ് പറയാതെ പറഞ്ഞു തരുന്നത്. നിങ്ങളെ കാണാതാകുമ്പോൾ ഈശോയെ മാത്രം നിങ്ങൾ കാണും. ഈശോയെ മാത്രം കണ്ടു കഴിയുമ്പോൾ ജീവിതത്തിന് സുഖം ഉണ്ടാവും. സോരൻ കീർക്കെഗാഡ് പറയുന്നത് പോലെ, ഫെയ്ത്ത് ഈസ് എ ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ്. ഇരുട്ടിലേക്കൊരു എടുത്തുചാട്ടമാണ്. മദർ തെരേസ നടത്തിയിരുന്ന എടുത്തുചാട്ടം തന്നെയാണ് എപ്പോഴും. ആർച്ച് ബിഷപ്പ് പെരിയർ ഇദ്ദേഹത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണെങ്കിൽ തന്നെയും ചില സന്ദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോമിലേക്ക് എഴുതിയ എഴുത്തിൽ അദ്ദേഹം എഴുതുന്നു, മദർ തെരേസ വളരെ നല്ല സ്ത്രീയാണ്, പക്ഷെ അവർ സ്ലാവിക് വംശജ ആയതുകൊണ്ടുള്ള എടുത്തിയാട്ടമുണ്ട്. സ്ലാവിക് വംശജർക്ക് എടുത്തിയാട്ടം കൂടുതലാണത്രേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും സ്ലാവിക് വംശജനാണ്. അപ്പോൾ അവരുടെയൊക്കെ എടുത്തുചാട്ടം കൃപയുടെ എടുത്തുചാട്ടമാണ്. അതുകൊണ്ട് മദർ തെരേസ പറയുന്നു, ഞാൻ എടുത്തു ചാടുമ്പോൾ 2 കാര്യങ്ങളൊന്നും സംഭവിക്കും. ഒന്നുകിൽ ദൈവം എന്നെ കൈകളിൽ താങ്ങും, അല്ലെങ്കിൽ ദൈവം എന്നെ പറക്കാൻ പഠിപ്പിക്കും. ദൈവം പറക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് മദർ തെരേസ പറന്നു, നമ്മളും കൂടെ ഒരുപാട് പറന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആപത്കരമായ ധൈര്യത്തോടു കൂടി എല്ലാത്തിലേക്കും എടുത്ത് ചാടി നന്മയുടെ വെട്ടം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ആ ഒരു ആർട്ട്, ആ ഒരു കലാസിദ്ധി മദർ തെരേസ നേടിയെടുത്തത് സ്വന്തം അമ്മയിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം അമ്മ അങ്ങനെ കരുത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. മദർ തെരേസയെ ദൈവത്തിൻ്റെ ഉപകരണമാക്കുന്നതിൽ മദർ തെരേസയുടെ അമ്മയുടെ പങ്കെന്തായിരുന്നു? മദർ തെരേസയുടെ അമ്മയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മദർ തെരേസയുടെ അമ്മ തികച്ചൊരു റോൾ മോഡലായിരുന്നു മദർ തെരേസയ്ക്ക്. അധികം അവരെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നില്ല. മദർ തെരേസയും ഒരുപാടൊന്നും അവരെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും പറഞ്ഞ 3-4 വാചകങ്ങളിലൂടെ അതിസുന്ദരമായൊരു ചിത്രം അവർ തരുന്നുണ്ട്. ഒന്നാമത്, ഈ സ്ത്രീ സമ്പന്ന ഗേഹത്തിലെ അംഗമായിരുന്നു. പലരും പറയാറുണ്ട് മദർ തെരേസയുടെ അമ്മ കർഷക സ്ത്രീ ആയിരുന്നു. കർഷക സ്ത്രീ ആയിരുന്നില്ല. ഹസ്ബൻഡ് സിവിൽ കോൺട്രാക്ടറായിരുന്നു. വലിയൊരു വീട്ടിൽ താമസിച്ചിരുന്നവരാണത്. ആഭ്യന്തര കലഹം നടക്കുന്ന സമയമാണ്. അപ്പോൾ മുറിവേറ്റ ഭടന്മാരെ ഉണർന്നിരുന്ന് ശുശ്രൂഷിക്കുവാൻ വേണ്ടി കൊന്ത ചൊല്ലി രാപ്പകൽ നിന്നിരുന്ന ഈ അമ്മ മദർ തെരേസയ്ക്ക് റോൾ മോഡലായിരുന്നു അത്രേ. അമ്മയിൽ നിന്നാണ് കൊന്ത ചൊല്ലുന്നതിൻ്റെ രഹസ്യം പഠിച്ചെടുത്തതെന്ന് മദർ തെരേസ പറയുന്നുണ്ട്. കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, ഇന്നർ സ്ട്രെങ്ത്,
പിന്നെ ആത്മവിശ്വാസം, ആരെക്കുറിച്ച് മോശം പറയാതിരിക്കുവാനുള്ള പ്രവണത, ഇതൊക്കെ മദർ തെരേസ പഠിച്ചിട്ടുള്ളത് അമ്മയിൽ നിന്നാണത്രേ. ആളുകളൊക്കെ ഈ സ്ത്രീയെ വിളിച്ചിട്ട് നാനാ ലോക്ക എന്നാണ്. നാന എന്ന് പറഞ്ഞാൽ അമ്മ, ലോക്ക എന്നാൽ ആത്മാവ്, അതായത് ആത്മീയ അമ്മ. അപ്പോൾ ആ നാടിന് മുഴുവൻ ആത്മീയ അമ്മയായിട്ട് ഈ ഈ അമ്മ മാറിയിരുന്നു. ഹോങ്സെ എന്നാണ് മദർ തെരേസയെ വളരെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. പൂമൊട്ട് എന്നർത്ഥം. ഈ പൂമൊട്ട് വെറുതെ അങ്ങ് പറിച്ച് ലോകത്തിന് സമ്മാനിക്കാൻ അവർക്ക് സാധിച്ചു. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പണ്ട് ഒരാൾ മിഷണറി ആകുവാനുള്ള തീരുമാനം എടുത്താൽ അതിനർത്ഥം ഇനി ഒരിക്കലും അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്നാണ്. അവരായിട്ട് കത്തിടപാടുകൾ പോലും സാധാരണ ഇതിൽ സംഭവിക്കാറില്ല. മദർ തെരേസയുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം മദർ തെരേസയുടെ അമ്മ കരുതിയത് മദർ തെരേസ അകാല ചരമം പ്രാപിച്ചു എന്നാണ്. കാരണം കത്തിടപാടുകളൊന്നുമില്ല, യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ട് ഈ പാവം സ്ത്രീ മരിച്ചുപോയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നത്രേ. അപ്പോഴാണ് കാലം തെറ്റിയ പോലെ ഒരു ലെറ്റർ മദർ തെരേസയിൽ നിന്ന് അവർ സ്വീകരിക്കുന്നത്. മദർ തെരേസ കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു ഇന്ത്യയിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ മദർ തെരേസയുടെ അമ്മ ഇവരോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. നേരെ ചാപ്പലിലേക്ക് കയറി കുറച്ചു നേരം പ്രാർത്ഥിച്ചതിന് ശേഷം സൗമ്യദീപ്തമായ കപ്പേളപ്പള്ളി ചരിക്കുന്നത് പോലെ ഇങ്ങനെ നടന്നു വന്നിട്ട് മദർ തെരേസയുടെ കണ്ണുകൾ നോക്കി ഹോങ്സിയോട് അമ്മ പറഞ്ഞത് ഇതാണ്: അവൻ്റെ കയ്യിൽ നിൻ്റെ കൈ വച്ച് അവൻ കാട്ടിത്തരുന്ന വഴികളിലൂടെ മാത്രം, അവനോടൊപ്പം മാത്രം നടക്കുക. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി സുന്ദരമാണ് അടുത്ത വരി: ഇഫ് യു ലുക്ക് ബാക്ക് യു മേ ഗോ ബാക്ക്. നീ എപ്പോഴും ഇങ്ങനെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ പിന്തിരിഞ്ഞു പോകും, പിന്നിലേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും പിന്തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് പിന്നിലേക്കായി പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിം ആൻഡ് ഗോ ഓൺ. ഇതൊരു സുന്ദരമായ മെസ്സേജാണ്. മാത്രമല്ല മദർ തെരേസയുടെ അമ്മ കാണിച്ചു കൊടുത്ത മറ്റൊരു രസകരമായ പാഠം കൂടിയുണ്ട്. അതായത് വിഷമകരമായ സാഹചര്യങ്ങളെയൊക്കെ ഒരു ചിരിയോടുകൂടി നേരിടുക എന്നുള്ളത്. അത് ഇരുട്ടിനെ പോലെ സ്നേഹിച്ചു തുടങ്ങാമെന്ന് പാഠം പഠിപ്പിച്ചു കൊടുത്തത് മദർ തെരേസയാണ്. ഇരുട്ടിനെ പോലും സ്നേഹിച്ചു തുടങ്ങാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയൊന്നുമില്ല. ഖലീൽ ജിബ്രാൻ്റെ കവിതയിലൊക്കെ പറയുന്നത് പോലെ കൊച്ചുകുട്ടി പറയുന്നുണ്ടല്ലോ, കുറച്ചുകൂടി ഇരുട്ട് തരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ബിക്കോസ് വെർ ദർ ഇസ് ഗ്രേറ്റ് ഡാർക്ക്നെസ് ദ സ്റ്റാർസ് വിൽ ബി ബ്രൈറ്റർ. ഇരുട്ട് കൂടുമ്പോൾ നക്ഷത്രങ്ങളുടെ തിളക്കം കൂടും. ഇപ്പോൾ ഇരുട്ടും മദർ തെരേസയും തമ്മിലും ബന്ധമുണ്ട്. അച്ഛാ, പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് ഈ മദർ തെരേസ ഇരുട്ടിൻ്റെ വിശുദ്ധിയാണെന്ന്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞുതരാമോ? അത് മദർ തെരേസയുടെ തന്നെ ഒരു സുന്ദരമായ വാചകം, അധികം ആളുകൾ ശ്രദ്ധിക്കാത്തൊരു വാചകത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രയോഗമാണ്. മദർ തെരേസ പറഞ്ഞു, ഞാനൊരു വിശുദ്ധ ആകുകയാണെങ്കിൽ, അങ്ങനെ ആവുകയാണെങ്കിൽ ഞാൻ ഇരുട്ടിൻ്റെ വിശുദ്ധയായിട്ട് അറിയപ്പെടും. കാരണം ഞാൻ സ്വർഗത്തിൽ നിന്ന് എപ്പോഴും ആബ്സെൻ്റ് ആയിരിക്കും. സ്വർഗത്തിൽ നിന്ന് ആബ്സെൻ്റായിട്ട് ഇരുട്ടത്ത് കഴിയുന്ന ആളുകളുടെ ഇരുട്ട് മാറ്റാൻ വെട്ടവുമായിട്ട് ഞാൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വർഗത്തിൽ എന്നെ തിരഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസ് മദർ തെരേസ പറഞ്ഞിട്ടുണ്ടെന്ന് സാധാരണ ആൾക്കറിയില്ല. അത് അത്രയും ആഴമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഐ വിൽ ബി കണ്ടിന്യൂവലി ആബ്സെൻറ്റ് ഫ്രം ഹെവൻ ഇൻ സെർച്ച് ഓഫ് ദ ലൈറ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഗ്ലാറ്റേഴ്സ്. അപ്പോൾ ഇരുട്ട് മദർ തെരേസ എപ്പോഴും ഹൃദയപൂർവ്വം സ്വീകരിച്ചൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ കാണുന്ന പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന മദർ തെരേസയുടെ ചിത്രമൊന്നുമല്ല ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നത്. ശരിക്കും ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ. കാരണം ഈ ലൊറേറ്റോ കോൺവെൻറ്റിൽ നിന്നും പുറത്തു പോവുക എന്നുള്ളത് തന്നെ അത്ര എളുപ്പമുള്ള കാര്യമില്ലായിരുന്നു. കത്തിടപാടുകൾ ഒരുപാട് നടത്തുന്നു, പലരും കുറ്റപ്പെടുത്തി തുടങ്ങുന്നു. അവസാനം പെർമിഷൻ കിട്ടിയതിന് ശേഷവും അത്ര എളുപ്പമല്ല കാര്യം. കാരണം ഒരു വിദേശ വനിത 5 രൂപ മൂലധനം, 2 സാരി, ഒരു ബക്കറ്റ്, ഒരു ചൂല്, ഇതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഡ്രീമിങ് ബിഗ് അബൌട്ട് ചേഞ്ചിങ് ദ എൻറ്റയർ വേൾഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും, ആർ യു നോട്ട് ക്രേസി? അതാണ് അവരുടെ സുപ്പീരിയറും ചോദിച്ചാൽ, ആർ യു നോട്ട് ക്രേസി? അവരുടെ ലെജൻഡറി ആയിട്ടുള്ള മറുപടി നമുക്കറിയാം. ഇഫ് യു ആർ നോട്ട് ക്രേസി യു കനോട്ട് ലവ് ക്രൈസ്റ്റ്. അല്പം വട്ടില്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല. അല്പം വട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം എപ്പോഴെങ്കിലും ചെയ്യുന്നത്. ചില ആളുകൾക്ക് വട്ടയില്ലാതെ ഭയങ്കര ബുദ്ധി കൂടിയത് കൊണ്ട് ഒരു നല്ലതും ചെയ്യില്ല ജീവിതകാലം മുഴുവൻ. അപ്പോൾ മദർ തെരേസ ആ ക്രൈസിനെസ്സോടുകൂടി പുറത്തേക്ക് വരുമ്പോൾ അതൊരു ഇരുട്ടാണ് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം. അവർ ആദ്യകാലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, എന്തൊരു എംപ്റ്റിനെസ്സാണ് എൻ്റെ ഈശോയെ, നീ എന്താ എൻ്റെ അടുത്തുനിന്ന് പോയി കളഞ്ഞത്, ഒറ്റക്കാക്കിയിട്ട് പോയി കളഞ്ഞു. മദർ തെരേസ ആദ്യം കുറിപ്പുകളായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്, എന്നെ തീർത്തും ഒറ്റപ്പെടുത്തിക്കൊണ്ട് നീ പോലും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ മുന്നോട്ട് പോകും. എംപ്റ്റിനെസ് ആൻഡ് ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ആവിലയിൽ അമ്മ തെരേസയൊക്കെ പറയുന്ന പോലെ.
പിന്നെ ലൊറേറ്റോ കോൺവെൻറ്റ് സന്തോഷത്തോടു കൂടിയൊക്കെ തന്നെ അനുവാദം നൽകിയെങ്കിലും പതുക്കെ പതുക്കെ അവിടെയുള്ള പെൺകുട്ടികളും മദർ തെരേസയെ അനുഗമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ വർക്ക് സൈറ്റനിക് വർക്കാണെന്നും ഇവർ ചിലപ്പോൾ സൈറ്റാൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം മദർ തെരേസ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പോൾ ഞാൻ പിശാചി കൂടിയായി മാറിയിരിക്കുകയാണ്, ദൈവത്തിന് നന്ദി, എന്നെ ആരെങ്കിലും അങ്ങനെയെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ. ഇതാണ് അവരുടെ ഹ്യൂമർ സെൻസ്. ഈ ഇരുട്ടിനിടയിലും ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്ത്രീയോട് അവർ പറയുന്നുണ്ട്, വിഷമതകളെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും, നോക്കുക, ഈശോ തരുന്ന ഉമ്മയാണ് ഓരോ സഹനവും. അപ്പോൾ ആ സ്ത്രീ നിഷ്കളങ്കതയോട് പറയുന്നു, എൻ്റെ അമ്മേ, ഈശോനോട് ഇങ്ങനെ തന്നെ ഉമ്മ വെക്കല്ലെന്ന് പറയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈശോ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് സഹനം കൊണ്ട്. അപ്പം മദർ തെരേസ ചിരിക്കുന്നു. ആ ചിരിയിൽ കണ്ണീരടിഞ്ഞൊരു പുഞ്ചിരി നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം മദർ തെരേസയുടെ വ്യൂ ഓഫ് ലൈഫ് ഇരുട്ടിലൂടെ നടക്കുന്ന ഒരാളാണ്. ഇരുട്ടത്ത് ഒറ്റക്ക് നടക്കുമ്പോഴും വെട്ടത്തെ സ്വപ്നം കാണുകയാണ്. കാരണം വെട്ടം അകത്തുണ്ട്. അവരപ്പോഴും പറയും, എൻ്റെ ഈശോ കൂടെയുണ്ട്, അവൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ കൈ ചേർത്തുകൊണ്ട് അവൻ പറയുന്ന വഴിയിലൂടെ മാത്രമാണ് നടക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കൊച്ചു പയ്യന് വളരെ മാരകമായ രോഗം ബാധിച്ച് അവൻ മരിക്കാൻ കിടക്കുകയാണ്. അവൻ മരിക്കാൻ കിടക്കുന്ന അവന് ഒരു സങ്കടമുള്ളൂ. മരിക്കുന്നതിൽ ഇപ്പോൾ സങ്കടമുണ്ട്. കാരണം അവൻ പറയുന്നതെന്നറിയോ, കുറച്ച് നാൾ കൂടി ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സഹിച്ചിട്ട് മരിക്കാമായിരുന്നു. ഇപ്പോൾ കുറച്ചേ സഹിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതി എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഈ തരത്തിൽ മദർ തെരേസ ഒരുപാട് പേരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സഫറിങ്ങിന് വലിയൊരു വാല്യൂ കൊണ്ടുവന്ന ഒരു വിശുദ്ധ കൂടിയാണ് ഈ മദർ തെരേസ. അതും വലിയ പ്രസംഗങ്ങളൊന്നുമില്ലാതെ ചിരിച്ചുകൊണ്ട് കൂളായി. ഇപ്പം ഞാൻ മദർ തെരേസയുടെ ഒപ്പം താമസിച്ച ആളാണല്ലോ. മദർ തെരേസ നമ്മളൊക്കെ കാണുന്നത് പോലെ വല്ലാതെ ശോകമുഖമായ ഒരു മുഖത്തോടു കൂടി പ്രത്യക്ഷപ്പെടുന്ന ആളെ അല്ല. മദർ തെരേസ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ബലം പിടിച്ചിരിക്കുന്ന സിസ്റ്റേഴ്സിനെ ഇക്കിളിപ്പെടുത്തി ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന മദർ തെരേസയെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് മദറിന് എപ്പോഴും ഉണ്ട്. കാരണം എന്താണെന്നറിയോ, എപ്പോഴും ഈശോ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഈശോ ഇങ്ങനെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്തിനെ നേരിടാൻ പറ്റും. ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ കയ്യിൽ തുപ്പിയവരുണ്ട്, കാർക്കിച്ച് തുപ്പിയവരുണ്ട്. അപ്പോഴും കൂളായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകാണ് ഒരാൾ. നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ സാധിക്കുമോ എന്നുള്ള കാര്യം ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവരെക്കുറിച്ച് ആരോപണങ്ങൾ നമ്മൾ ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. എന്തുമാത്രം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. മതപരിവർത്തനം ചെയ്യിക്കുന്നു, ഭയങ്കര ഒരു ആരോപണമായിരുന്നു. ആരോപണം ഉയർന്ന് മദർ തെരേസ താമസിക്കുന്ന കാളിഘട്ടിലേക്ക് ഒരു സംഘം ആളുകൾ വന്ന് തല്ലാനായിട്ട് ഒരുപാട് മാരകായുധങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതാരെങ്കിലും കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം? മാരകായുധങ്ങളായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടർ അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മീഷൻ വരുന്നു. അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? പാവം മദർ തെരേസ മാത്രമുള്ളൂടെ ഒരു മരിച്ചു തുടങ്ങുന്ന ആളെ നെഞ്ചോട് ചേർത്ത് വെച്ച് അയാളുടെ മുറിവിൽ നിന്നും നിറയുന്ന പുഴുക്കളെ ചവണി പോലത്തെ ഒരു സാധനം കൊണ്ട് എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. അയാൾ മരിച്ചു തുടങ്ങുന്നതാണ്. അപ്പം മദർ തെരേസ അയാളോട് എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന, എനിക്കറിയാവുന്ന ക്രൈസ്തവ പ്രാർത്ഥന ഞാനും ചെല്ലാം, രണ്ടും ദൈവം കേൾക്കും. എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾക്ക് മരിക്കാൻ പറ്റുമായിരിക്കും. ഈ കാഴ്ച കണ്ടിട്ട് ഡോക്ടർ അഹമ്മദ് മറ്റുള്ളവരോട് ചോദിച്ചു, ഈ പ്രവൃത്തി നിങ്ങളൊരാൾക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ അവരെ കാളിഘട്ടിൽ നിന്ന് പറഞ്ഞു വിടാം. അങ്ങനെയാണ് കാളിഘട്ടിൽ തുടർന്ന് പ്രവർത്തിക്കാൻ മദർ തെരേസയ്ക്ക് അനുവാദം കിട്ടുന്നത്. പിന്നെ അവിടുത്തെ തന്നെ ഒരു 30 വയസ്സ് തികയാത്ത പൂജാരി ക്ഷയരോഗം ബാധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞു, സ്വന്തക്കാരെല്ലാവരും തള്ളിക്കളഞ്ഞു. അവസാനം അഭയം തേടി വന്നത് അയാൾ ഇത്രയും നാൾ പുച്ഛത്തോടെ കണ്ടിരുന്ന മദർ തെരേസയുടെ അടുത്ത് തന്നെയാണ്. മദർ തെരേസയുടെ ഉള്ളിൽ വെട്ടമുണ്ട്, ഇയാളെ സ്വീകരിച്ചു, അയാൾ അവിടെ സമാധാനത്തോടു കൂടി മരിച്ചു. അപ്പോൾ ഇരുട്ടിനെ വെട്ടമാക്കി മാറ്റുക എന്ന വല്ലാത്തൊരു ട്രാൻസ്ഫോർമിങ് ഗ്രേസ് മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വിശുദ്ധിയായിട്ട് ഇപ്പോൾ കാണുമ്പോൾ അവർ നടന്ന കനൽ വഴികളെക്കുറിച്ച് കൂടി ധ്യാനിക്കണം. ഇപ്പം എങ്ങനെ അവർക്ക് ഇതുപോലെ നടക്കാൻ പറ്റി? വീണ്ടും ഉത്തരം ഒന്നേ ഉള്ളൂ, അവർക്ക് ഒരൊറ്റ ദാഹമുള്ളൂ, ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹം. എവിടെ നോക്കിയാലും അവർ കേൾക്കുന്നത് ക്രിസ്തുവിൻ്റെ മുഖം മാത്രമാണ്, ക്രിസ്തുവിൻ്റെ സ്വരം മാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ജീവിക്കാൻ സാധിക്കുമായിരിക്കും. അച്ഛാ, ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ കോൺവെന്റിലോട്ട് കയറാൻ നേരത്ത് ഐ തേഴ്സ്റ്റ് എന്നൊരു വാചകം അവിടെ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട്. അത് അവിടുത്തെ സിസ്റ്റേഴ്സിന് ഒരു പ്രചോദന വാക്കാണോ ഐ തേഴ്സ്റ്റ് എന്നുള്ളത്? ഐ തേഴ്സ്റ്റ് മദർ തെരേസയുടെ ഉള്ളിൽ മുദ്രണം ചെയ്യപ്പെട്ടതുപോലുള്ള ഒരു വാചകമാണ്. ഈ ഡാർജിലിങ്ങിലെ യാത്രക്കിടയിലാണ് വിളിക്കുള്ളിലെ വിളി സ്വീകരിക്കുന്നതെന്ന് മദർ തെരേസ പറയുന്നു. എന്താണ് ഈ വിളിക്കുള്ളിലെ വിളി? ദൈവവിളി. അതായത് ജീവിതയാത്രക്കിടയിൽ ഒരു പുതിയൊരു നിയോഗത്തിന് വേണ്ടിയുള്ളൊരു വിളി, ദ കോൾ വിതിൻ ദ കോൾ. അതായത് ജീവിതത്തിൻ്റെ തന്നെ ഒരു വലിയൊരു നിയോഗം പേറുന്ന ആൾക്ക് പ്രത്യേക ഒരു നിയോഗം. ആദ്യം ഒരു ദൈവവിളി സ്വീകരിച്ചതാണ്, ദൈവവിളിയിൽ തന്നെ പ്രത്യേക ഒരു വഴിയുടെ ഒരു വിളി അത് സ്വീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് അവർ പറയുന്നിടത്ത് അവർ പറയുന്നത്
ആ, തീവണ്ടി മേലെ നീങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ട് ഇലയെല്ലാം പോയ പടുമരം പോലെ നിൽക്കുന്ന ഒരാൾ, അയാളിങ്ങനെ കൈ നീട്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഹിന്ദിയിലാണ് അങ്ങനെ പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു. പക്ഷെ മദർ തെരേസയുടെ കണ്ണ് അകക്കണ്ണാണ്, അത് കരുണയുടെ കണ്ണാണ്. അതുകൊണ്ട് മദർ തെരേസ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവിടെ മനുഷ്യനെ കാണില്ല, ദൈവത്തെ കാണുള്ളൂ. അപ്പോൾ മദർ തെരേസ കാണുന്നത് യേശുവിനെയാണ്. യേശു അവിടെ നിന്നോട് പറയുന്നു ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. അതിങ്ങനെ ഉള്ളിൽ സ്റ്റാമ്പായ പോലെയാണ്. അതുകൊണ്ട് പിന്നെ എല്ലാ മദർ തെരേസ ചെല്ലുന്നിടത്തൊക്കെ അവർ ആദ്യം എഴുതി വെക്കും ഐ തേഴ്സ്റ്റ്. പിന്നെ മദർ തെരേസ ഇതിന് എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ ആർദ്രമായ ഒരു എക്സ്പ്രഷനാണ് ഐ തേഴ്സ്റ്റ്. കാരണം നിന്നെ എനിക്ക് പൂർണ്ണമായും വേണമെന്ന് യേശു പറയുമ്പോഴാണ് ഐ തേഴ്സ്റ്റ് എന്ന് ഉപയോഗിക്കുക. അതൊരു സ്നേഹത്തിൻ്റെ വിശപ്പാണ്. നമുക്കൊക്കെ ഈ ശരീരത്തിൻ്റെ വിശപ്പും ഒടുങ്ങാത്ത ആസക്തിയും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആളുകളെ തിന്ന് തീർക്കും. ഈശോയ്ക്ക് സ്നേഹിക്കാനുള്ള വിശപ്പായതുകൊണ്ട് ഈശോ അപ്പമായിട്ട് മാറും. ഇങ്ങനെ അപ്പമായി മാറാനുള്ള തീരുമാനം എടുത്ത ആളെയാണ് നമ്മൾ മഹാവിശുദ്ധിയായിട്ട് ഇപ്പോൾ കാണുന്ന മദർ തെരേസയെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഐ തേഴ്സ്റ്റിനോടൊപ്പം തന്നെ മറ്റൊരു പ്രയോഗം കൂടിയുണ്ട്. അതായത് മദർ തെരേസയ്ക്ക് ദർശനം ഉണ്ടായി. മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു പറ്റം കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. ആ കുട്ടികളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കരയുന്ന കുട്ടികളുടെ അടുത്തേക്ക് മാതാവ് എന്നിട്ട് മദർ തെരേസയോട് പറയുന്നു, അവരെ ഈശോയിലേക്ക് കൊണ്ടുപോകും, ഈശോയെ അവരിലേക്ക് കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ ഈശോ വരികയാണ്. ഈശോ വന്നിട്ട് മദർ തെരേസയോട് ചോദിക്കുന്നു, അവരെ നീ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമോ? എന്നിട്ട് അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിൽ ദൗ റിഫ്യൂസ്, നീ ഇത് നിരസിക്കോ? ഇതൊരു ക്ഷണമാണ്, സ്നേഹത്തിൻ്റെ ഒരു ക്ഷണം നടത്തുകയാണ്. അപ്പോൾ വിൽ ദൗ റെഫ്യൂസ് ഇറ്റ്, നീ അത് റെഫ്യൂസ് ചെയ്യോ? ഇനി മദർ തെരേസയുടെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് മദർ തെരേസ കുറിപ്പായിട്ട് രേഖപ്പെടുത്തി, ഐ നെവർ റെഫ്യൂസ്ഡ് യു എനിത്തിങ്, ഒന്നും ഞാൻ നിരസിച്ചിട്ടില്ല എൻ്റെ കർത്താവെ. നമ്മളൊക്കെ എന്നും മരിക്കുമെന്നും നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ദൈവമേ ഞാനൊന്നും നിന്നോട് നിരസിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റേണ്ടതല്ലേ? പ്രത്യേകിച്ച് നിങ്ങളും വിളിക്കുള്ളിലെ വിളി സ്വീകരിച്ച് വന്നേക്കുന്ന ആളുകളാണ്. ഞാനും വിളിക്കുള്ളിലെ വിളി സ്വീകരിച്ച ആളൊക്കെയാണ്. ഐ ഹാവ് നെവർ റെഫ്യൂസ്ഡ് എനിത്തിങ് ഓ ലോഡ് എന്ന് പറയാൻ സാധിക്കേണ്ടതാണ്. സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അടുത്ത ചോദ്യം. ഇനി അങ്ങനെ പറയുമ്പോഴും ജീവിതത്തിൽ ഒരു പുഞ്ചിരിയും നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കണം. മദർ തെരേസയുടെ മറ്റൊരു പ്രത്യേകത അതായിരുന്നു. മദർ തെരേസയെ ചിരിക്കാതെ കാണുന്നത് അപൂർവമായിട്ടാണ്. ഈ പത്രങ്ങളിലുള്ള ചിത്രങ്ങളൊക്കെ വിട്ടുകളാണ്. യഥാർത്ഥ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ബലം പിടിക്കാൻ നടക്കുന്ന ഒരാളായിരുന്നു മദർ തെരേസ. അച്ഛാ, മദർ തെരേസനെ അപ്പോസ്റ്റൽ ഓഫ് ചിയർഫുൾനെസ് എന്ന് വിളിക്കുന്നതായിട്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ മദറിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഈ ചിയർഫുൾനെസ് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയാമോ? മദർ തെരേസയുടെ കോൺവെൻറ്റിൽ ഞാൻ 2 ആഴ്ച താമസിക്കുമ്പോൾ ആവർത്തിച്ച് പാടുന്ന പാട്ട് ഏതാണെന്ന്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. അതാ സിസ്റ്റേഴ്സ് പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവരെപ്പോലെ സന്തോഷവതികളായി വേറെ ആരും ലോകത്തിലെന്ന് തോന്നും. അത്രയ്ക്ക് സന്തോഷത്തോടെ അവർ ഗിറ്റാറും ഓർഗനൊന്നും വായിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേ കയ്യൊക്കെ അടിച്ച് റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. മാൽക്കം മഗ്രിഡ്ജ് എന്ന എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കേണ്ടതാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള സുന്ദരമായൊരു പുസ്തകമുണ്ട്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ്. അത് BBC-യുടെ ഒരു ഡോക്യുമെൻ്ററിയുടെയും പേരാണ്. ഈ BBC ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ വേണ്ടി ഇദ്ദേഹം കൽക്കട്ടയിൽ മദർ തെരേസയോടൊപ്പം താമസിക്കുന്നു. ഇയാൾ നിരീശ്വരവാദിയാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കന്യാസ്ത്രീയുടെ ചുറ്റിലും എന്തൊക്കെയോ ഒരു ഔറയുണ്ട്, വല്ലാത്ത അഭൗമികമായിട്ടുള്ള ഒരു പ്രകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മാറും. ഇയാൾ മാറുന്നുണ്ട്. നിരീശ്വരവാദിയായ അയാൾ പിന്നീട് കത്തോലിക്കനായി മാറുന്നു എന്നുള്ള ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഈ ചിയർഫുൾനെസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദൈവം ഇല്ല എന്ന് ഒരാൾ വിശ്വസിക്കുക. സോ ത്രൂ യുവർ ചിയർഫുൾനെസ് യു ക്യാൻ സ്പ്രെഡ് ദ ഗുഡ് ന്യൂസ് അബൌട്ട് ജീസസ്. അതാണ് മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മദർ തെരേസയ്ക്ക് എപ്പോഴും ആ ഒരു ചിയർഫുൾനെസ് ഉണ്ട്. ഒരു കന്യാസ്ത്രീക്ക് കണ്ണിന് കാഴ്ച പോയി, കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ച പോയി. അപ്പം മദർ തെരേസ അവരോട് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? സിസ്റ്റർ ഡൊറോത്തി, ഈ കണ്ണിന് കാഴ്ച പോയതോടുകൂടി ഇപ്പം നിങ്ങൾക്ക് വലിയ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഇപ്പം ഈശോനെ മാത്രം ഫുൾ ടൈം കാണാമല്ലോ. അത് പുറത്തുള്ള ഒന്നും കാണണ്ട, ഈശോയെ മാത്രം കാണാം. മദർ തെരേസ എപ്പോഴും പറയാറുള്ള ഒരു തമാശ പോലെ, സെയിൻറ്റ് പീറ്ററിൻ്റെ അടുക്കലേക്ക് മദർ തെരേസ ചെന്നപ്പോൾ സെയിൻറ്റ് പീറ്റർ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശനം മദർ തെരേസയ്ക്ക് തരില്ല, കാരണം സ്വർഗത്തിൽ പാവപ്പെട്ടവരില്ല. അപ്പോൾ മദർ തെരേസ സങ്കടത്തോടെ തിരിച്ചു വന്നിട്ട് പാവപ്പെട്ടവരെ മുഴുവൻ പെറുക്കി കൂട്ടിയിട്ട് സ്വർഗത്തിലേക്ക് വീണ്ടും ചെന്നു.
സെയിൻറ്റ് പീറ്ററിന് വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വന്നൊക്കെയാണ്. ഇത് മദർ തെരേസ തന്നെ ചിരിച്ചുകൊണ്ട് പറയുന്ന തമാശയാണ്. ആ മദർ ഹൗസിൽ ഫാനില്ല. നല്ല ചൂടാണ് കൽക്കട്ടയിൽ വേനൽക്കാലത്ത്. ഫാനില്ല. ഇവരുടെ വസ്ത്രം എന്ന് വെച്ചാൽ 2 ജോഡി വസ്ത്രം, അതിനപ്പുറത്തേക്ക് വസ്ത്രങ്ങളില്ല. എപ്പോഴും കൊണ്ടു നടക്കാനായിട്ട് ഒരു തുകൽ സഞ്ചിയുണ്ട്. ഇതൊക്കെ മാത്രം സ്വന്തമായിട്ടുള്ള ഈ കന്യാസ്ത്രീ ചിയർഫുൾനെസ് കൊണ്ട് മൊത്തത്തിൽ എല്ലായിടത്തും ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മദർ തെരേസ പറയുന്നത് ലുക്ക് അറ്റ് ജീസസ് ഫേസ് ആൻഡ് ബ്രിങ് ഔട്ട് ദ സ്മൈൽ ഓഫ് ജീസസ്. മദർ തെരേസ പറയുന്നത് കുരിശിൽ കിടക്കുന്ന കർത്താവ് കരഞ്ഞുകൊണ്ടല്ല കിടക്കുന്നത്, കുരിശിൽ കിടക്കുന്ന കർത്താവ് ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ആ ചിരി കണ്ടെത്താൻ പറ്റണോ അത്രേ. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. ചിലപ്പോൾ കുരിശിൽ കിടക്കുന്ന കർത്താവ് കരയുന്നതല്ല ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റിയേക്കും. അത് മദർ തെരേസ കണ്ടൊരു കാഴ്ചയാണ്. ആ കാഴ്ച കണ്ടതുകൊണ്ട് തന്നെ മദർ തെരേസയ്ക്ക് എപ്പോഴും ചിയർഫുള്ളായിട്ട് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞു MC സിസ്റ്റേഴ്സ് അപ്പോസ്റ്റൽസ് ഓഫ് ചിയർഫുൾനെസ് ആയിരിക്കണം. അതെല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഐറനീസ് പറഞ്ഞു, നിങ്ങൾ ചിയർഫുൾ അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്. കർത്താവുമായിട്ട് ഒന്നു ചേർന്ന് ജീവിക്കുന്ന ആൾ എപ്പോഴും ചിയർഫുൾ ആയിരിക്കും. മരണത്തിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോഴും അയാൾ ചിരിച്ചുകൊണ്ടേയിരിക്കും, തദൈവവും പാടിക്കൊണ്ടേയിരിക്കും ദൈവത്തിന് സ്തുതി. ഇതാണ് മദർ തെരേസയുടെ ചിരിയെക്കുറിച്ചുള്ള നിർവചനം. ശരിക്കും സ്വർഗത്തിൻ്റെ ഒരു ചിരി പോലെ ജീവിച്ച് ആളുകളെയൊക്കെ ചിരിപ്പിച്ച് അവരെ സ്വർഗത്തോളം ഉയർത്തിക്കൊണ്ടുപോയ ഒരാൾ, അതാണ് മദർ തെരേസ. അച്ഛാ, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാലും പക്ഷേ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും പെട്ടെന്ന് കുറഞ്ഞ കാലയളവിനുള്ളിൽ പ്രസിദ്ധി ആർജിച്ചതും വളരെ പെട്ടെന്ന് വളർച്ച നേടിയതുമായ ഒരു കോൺഗ്രിഗേഷൻ മിഷണറീസ് ഓഫ് ചാരിറ്റി ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇത്ര പെട്ടെന്നൊരു വളർച്ച മദർ തെരേസ സ്വപ്നം കണ്ടിരുന്നു? മദർ തെരേസ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതാണ് ഈ വിശുദ്ധരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഈ സെനറ്റിൽ, അമേരിക്കൻ സെനറ്റിൽ മദർ തെരേസ ആദ്യ കാലഘട്ടങ്ങളിൽ ധനസമാഹരണത്തിന് വേണ്ടി ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഒരു സെനറ്റർ അല്പം ഇൻസൾട്ടിങ് ഭാഷയിൽ പറഞ്ഞു, വെൽ മദർ, ഡു യു തിങ്ക് യു ആർ ഗോയിങ് ടു ബി റിയലി സക്സസ്ഫുൾ ഇൻ ദ ലോങ് റൺ? നിങ്ങൾ സക്സസ്ഫുൾ ആകും തോന്നണുണ്ട? കാരണം ആർക്കും തോന്നും ഇവർ സക്സസ്ഫുൾ ആകില്ലെന്ന്. മദർ ഒരു പേടിയും കൂടാതെ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വെൽ സെനറ്റർ, ഗാഡ് ഡസ് നോട്ട് കോൾ മീ ടു ബി സക്സസ്ഫുൾ ഓൾ ദ ടൈം. ഹി കോൾസ് മീ ടു ബി ഫെയ്ത്ത്ഫുൾ. സക്സസ്ഫുൾ ആകാനൊന്നുമല്ല ദൈവം വിളിക്കണത്, എന്നെ വിളിച്ചേക്കുന്നത് ഫെയ്ത്ത്ഫുൾ ആകാനാണ്. ഞാൻ ഫെയ്ത്ത്ഫുള്ളാണ്. മദർ തെരേസ ആകെ ആഗ്രഹിച്ചത് ഫെയ്ത്ത്ഫുള്ളായി ഈശോ പറഞ്ഞ കാര്യം ചെയ്യുക, വിജയിക്കോ വിജയിക്കാതിരിക്കോ. ആർച്ച് ബിഷപ്പ് പെരിയറിന് എഴുതിയ കത്തുകളിൽ മദർ തെരേസ എഴുതുന്നുണ്ട്, അങ്ങ് വിചാരിക്കുന്നുണ്ടാകാം ഞാൻ സക്സസ്ഫുൾ ആയിരിക്കുമെന്ന്. അങ്ങ് എങ്ങനെയാണ് സക്സസ്സിനെ വിലയിരുത്തുന്നത് എനിക്കറിഞ്ഞോളൂ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഒരു കുട്ടിയുടെ കണ്ണീര് മാറ്റാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ വിജയിച്ചു. ഒരു കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധിച്ചാൽ ഞാൻ വിജയിച്ചു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നെനിക്കറിയില്ല. ആർച്ച് ബിഷപ്പ് പെരിയർ പറഞ്ഞു, ഈ സ്ത്രീയെ ഇനിയും തടസ്സപ്പെടുത്താൻ ഒരാൾക്കും പറ്റില്ല. അതാണ് മദർ തെരേസയുടെ ആ ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആകുന്നൊന്നും ആരും കരുതിയിട്ടുണ്ടാവില്ല. വളർച്ച പെട്ടെന്നായിരുന്നു. പെട്ടെന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകരാഷ്ട്ര നേതാക്കന്മാരൊക്കെ തന്നെ മദർ തെരേസ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കാൻ തുടങ്ങി. ലോകരാഷ്ട്ര നേതാക്കന്മാർക്കൊക്കെ ഇവർ വളരെ പ്രധാനപ്പെട്ട ആളായി മാറി. എവിടെയും സഞ്ചരിക്കാനുള്ള അനുവാദം അവർക്ക് കിട്ടി. എവിടെയും സഞ്ചരിക്കാം. ഇനി അവർ മരിച്ച സമയത്ത് എന്തായിരുന്നു? എല്ലാ രാഷ്ട്ര നേതാക്കളും സകല വൈരികളും മറന്ന് അവരോടൊപ്പം ചേരുന്ന ഒരു കാഴ്ച. അപ്പം മദർ തെരേസ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് വളർന്നത്. അതിൻ്റെ ഉത്തരം മദർ തെരേസ തന്നെ പറയുന്നു, ഞാനല്ല ക്രിസ്തുവാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, അപ്പം പബ്ലിസിറ്റിയോട് മദറിന് മടുപ്പായിരുന്നു? പബ്ലിസിറ്റിയോട് മദറിന് എന്നും മടുപ്പായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അരങ്ങിൽ നിറഞ്ഞു നിൽക്കാനല്ല, അണിയറയിൽ ഒഴിഞ്ഞു നിൽക്കാനാണ് മദർ തെരേസ ആഗ്രഹിച്ചത്. മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് മദർ തെരേസയ്ക്ക് ഇതുവരെ കിട്ടിയ അവാർഡുകളുടെ എണ്ണം എടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യം നവീൻ ചൗള പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. എത്ര അവാർഡ് അവർക്ക് കിട്ടി അറിഞ്ഞുകൂടാ. ഭാരതത്തിൽ തന്നെ പത്മശ്രീയിൽ തുടങ്ങി ഭാരതരത്ന, പിന്നീട് സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, ടെമ്പിൾട്ടൺ അവാർഡ്, കെന്നഡി അവാർഡ്, പിന്നെ US ഹയസ്റ്റ് ഓണററി സിറ്റിസൺഷിപ്പ് അവാർഡ്, പിന്നെ UK ഹയസ്റ്റ് ഓർഡർ ഓഫ് മെരിറ്റ് അവാർഡ്, ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ പേരിലുള്ള അവാർഡ്, പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടക്കം 4 യൂണിവേഴ്സിറ്റികളുടെ ഡോക്ടറേറ്റ്. മദർ തെരേസയുടെ പേര് മുമ്പിൽ ഡോ 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 എന്ന് 4 പ്രാവശ്യം എഴുതി വെക്കാൻ സാധിക്കും.
ഇതൊക്കെ കിട്ടിയ ആൾക്ക് പ്രശസ്തിയോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് പറയുന്നത് കൂന കൂട്ടിയിരിക്കുന്ന മെഡലൊക്കെ കണ്ടിട്ട് അത് എവിടെ കൊണ്ട് ഇടണമെന്ന് ഒരു പിടിയില്ലാതെ അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ ഏതോ പുരാവസ്തുകാരൊക്കെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഈ മെഡലുകളൊക്കെ. മദർ തെരേസ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രശസ്തിക്ക് പിന്നാലെ പോകുന്നതിന് പകരം അവർ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടിയാണ്, ക്രിസ്തുവിന് വേണ്ടി മാത്രം. അച്ഛാ, ഈ മദർ തെരേസയുടെ ലെഗസി ഈ ലോകത്തെ ഒരുപാട് നാൾ സ്വാധീനിക്കുമോ? ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയതുപോലെ മദർ തെരേസയ്ക്ക് മരണമുണ്ടെങ്കിൽ മരണമെന്നത് മഹിത ജീവിതം. അപ്പം മദർ തെരേസ മരിക്കാത്ത ഒരാളാണ്. ചില മഹാന്മാരൊക്കെ വിളക്കുകളൊക്കെ കൊളുത്തിയിട്ട് ഒന്നും കെടുത്താതെ കടന്നു പോകും. അതുപോലെയാണ് ഞാൻ മദർ തെരേസയുടെ ഒപ്പം 2 ആഴ്ച താമസിച്ച് മടക്കയാത്ര നടത്തുമ്പോൾ മദർ തെരേസ 2 കാര്യം കൂടി ഓർമ്മപ്പെടുത്തി പറഞ്ഞു. ഒന്ന്, വലുതാകാൻ വലിയ കാര്യമൊന്നും ചെയ്യേണ്ട, ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുക. 2, എല്ലാവരെയും ഹൃദയം കൊണ്ട് മാത്രം നോക്കുക, കണ്ണുകൊണ്ട് നോക്കുകയേ വേണ്ട. ഈ 2 കാര്യങ്ങളും ഓർത്തെടുത്താൽ തന്നെ മദർ തെരേസ ഒരു ലെഗസി ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിറയും. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളും അവർ ജീവിച്ച ജീവിതവും എന്നും മാതൃകയായിട്ട് ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നന്മകളെയും തൊട്ടെടുക്കാൻ ശ്രമിച്ചു നോക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടക്കാം. ദൈവമേ, ഞങ്ങൾക്കൊപ്പം ജീവിച്ച മദർ തെരേസ വിശുദ്ധിയായി നാമകരണം ചെയ്യപ്പെടുമ്പോൾ ഈ മഹതിയുടെ മഹനീയ മാതൃകകൾ പിൻചെല്ലാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹിക്കാനും കരുണയോട് ജീവിക്കുവാനും ദൈവത്തിൻ്റെ കരുണയുടെ മുഖങ്ങളായി മാറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ.